നമ്മുടെ ഈ നാടിന്റെ പ്രിയങ്കരമായ സയ്യിദ് UPS തങ്ങൾ അവരുടെ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിച്ച പ്രിയപ്പെട്ട എന്റെ ഉസ്താദ് ഇബ്രാഹിം സഖാഫി അവരുടെ ഇവിടെ വളരെ അർത്ഥവത്തായ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് വിഷയാവതരണം നടത്തിയ എന്റെ കുടുംബ സുഹൃത്തും ബന്ധുവുമായ കാട്ടിപ്പാറ അബ്ദുൽ സഖാഫി അവരുടെ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന നേതാക്കളെ, നാട്ടുകാരെ, SOS SSF അർലടുക്ക യൂണിറ്റ് ഏർപ്പെടുത്തിയ മാനവികയെ ഉണർത്തുന്നു എന്ന ഈ പരിപാടി മാനവികതയെ ഉണർന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഈ വേദിയിൽ ഇരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട എന്റെ കരളിന്റെ കഷ്ടമായ ഈ തങ്ങൾ UPS തങ്ങൾ ഈ നാടിന് വേണ്ടി 30 വർഷക്കാലത്തോളം ഈ SOS എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകാൻ എത്രയോ ആഴത്തിൽ കുഴിച്ചിട്ട ഫില്ലറുകൾ ഇട്ടുകൊണ്ട് ഫസ്റ്റ് ഫ്ലോർ മാത്രം വാർത്ത് കഴിഞ്ഞ ഒരു സംഘടന മാത്രമാണ് ഈ SOS. ഞങ്ങൾക്ക് ഇനി 10 നില കെട്ടിടം അത് പൊക്കി ഉയർത്താനുള്ള അടിത്തറ പാകിയ ഒരു സംഘടനയാണ് അർലടുക്കയിലെ SSF എന്ന സംഘടന എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. കാരണം നമ്മുടെ ഈ സംഘടനയിൽ ഇന്ന് സംഘടിപ്പിച്ച മാനവതയെ ഉണർത്തുന്നു എന്ന പരിപാടിയിലേക്ക് ബഹുമാന്യായ MLA ഇവിടെ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടുന്ന് ചില ആൾക്കാരുകൾ MLA ഈ പരിപാടിക്ക് സംബന്ധിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് വരെ ഫോൺ വിളിച്ചുകൊണ്ട് ഈ സദസ്സ് ഇവിടെ CPM-ന്റെയും BJP-ന്റെയും RSS-കാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് SSF നടത്തുന്ന പരിപാടിയാണ്. നിങ്ങൾ പോവരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അതിനൊരു പുല്ല് പോലും വെക്കാതെ MLA നമ്മുടെ ഈ പരിപാടിയിലേക്ക് സംബന്ധിക്കുകയുണ്ടായി. ഈ മാനവതയെ ഉണർത്തിയ ഒരു സദസ്സാണ്. എന്താണ് ഈ സദസ്സിന് അവർക്ക് പറയാനുള്ളത്? എന്റെ സുഹൃത്തുക്കളായ നാരായണൻ ഇവിടെ വന്നതാണോ? CPM-കാരനായതുകൊണ്ട് മനുഷ്യനാണ് ഈ മാനവതയെ ഉണർത്തുന്നു എന്ന് പറഞ്ഞത്. മനുഷ്യനാവുകയാണ്. മനുഷ്യനായതിന്റെ തെളിവാണ് ഈ സദസ്സ് ഇവിടെ ഇരിക്കുന്നത്. എന്റെ മറ്റൊരു സുഹൃത്ത് മാധവനുണ്ട് ഇവിടെ. എന്റെ വേറൊരു CPM-ന്റെ ഗോപാലുണ്ട് ഇവിടെ. ചൈനയിൽ പോയി സ്ഥാനതോതി പട്ടം കിട്ടിയ CPM നേതാക്കന്മാരുടെ കൂടെ വളർന്നവരാണ് ഇവരൊക്കെ. അവർക്കറിയാം മനുഷ്യന്റെ എന്താ വേണമെന്നുള്ളത്. ഇവിടെ MLA തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അർലടുക്കയിൽ നടക്കുന്ന ഈ പരിപാടി രാഷ്ട്രീയവൽക്കരിക്കാനും ഗ്രൂപ്പീസ് നടത്താനും നടത്തിയ ഇവിടുത്തെ പുറത്തുനിന്ന് വന്ന് താമസിച്ച് ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കുന്ന ഇവരെ ആരായാലും ഞങ്ങളത് വെറുതെ വിടില്ല എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഇവിടെ തൂണില്ലാത്ത ഇത് മാത്രം അതിന് ഫൗണ്ടേഷൻ ഇല്ല, തൂണുകളില്ല, ചുമരുകളില്ലാത്ത വെറും ഒരു നൂല് കൊണ്ട് കെട്ടിയ ഒരു മോന്തായം മാത്രം കെട്ടിക്കൊണ്ട് ഒരു സംഘടന രൂപീകരിക്കാനൊന്നും ആരെ കൊണ്ടും പറ്റുകയില്ല. അങ്ങനെയുള്ള സംഘടന നാടിന് ദോഷമായി തോന്നുകയാണെങ്കിൽ ഞങ്ങൾക്കത് അടിച്ചമർത്താൻ തന്നെ കഴിയും. മാനവതയെ ഉണർത്തുന്നു എന്ന് പറയുന്ന ഈ വിഷയത്തെ കുറിച്ച് പല ആൾക്കാരും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അത് കൂടാതെ എന്റെ സുഹൃത്ത് ഖാൻ അടിയന്തരമായി പോകുന്നത് കൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. ഇത്രയും പറയുന്നത് എന്റെ മനസ്സിന്റെ ഒരു വിഷമം കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു പോയതാണ്. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ 25-30 വർഷത്തോളമായി ബഹുമാന്യനായ തങ്ങൾ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ 20 വർഷത്തോളം എന്തായി ഇബ്രാഹിം സഖാഫി ഇവിടെ വന്നിട്ട് ഈ നാട്ടില് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് പോലും ഒരു പാർട്ടി തലത്തിലോ ഒരു രാഷ്ട്രീയ കാര്യത്തിലോ ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ലാത്ത പ്രവർത്തിക്കുന്ന സംഘടന അർലടുക്കത്ത് മാത്രമേ ഉള്ളൂ. അർലടുക്കയിൽ നടത്തുന്ന ഈ സംഘടനയ്ക്കെതിരെ പരസ്യമായി തന്നെ ഇതുപോലെ തന്നെ
MLA-മാരോടും ബാക്കിയുള്ള നേതാക്കന്മാരോടും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇത് തകർക്കാൻ ശ്രമിച്ചതിന് എനിക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. അത്രത്തോളം ഒരു വിഷമമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത്. കൂടുതലായി ഞാനൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാനവതയെ ഉണർത്തുന്നു എന്നതല്ല, ഇനി മാനവതയെ വളർത്തുന്നു എന്നതാണ് നമുക്ക് വേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ SYS SF കമ്മിറ്റിക്ക് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇതര മതസ്ഥർക്ക് എന്റെ അഭിവാദ്യങ്ങൾ. അല്ലാഹു അക്ബർ.